പ്രഭാഷകൻ അധ്യായം 45. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. സ്വർണ്ണ, നീല, ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടുംചുവപ്പ് നൂൽ, ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവൻ്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു.
കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും. എലയാസറിൻ്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. Chapter 45. From him was to spring the man who won the favor of all. Dear to God and men, Moses, whose memory is held in benediction. God's honor devolved upon him, and the Lord strengthened him with fearful powers. God wrought swift miracles at his words, and sustained him in the king's presence. He gave him the commandments for his people, and revealed to him his glory. For his trustworthiness and meekness God selected him from all mankind. He permitted him to hear his voice, and led him into the cloud, where face to face he gave him the commandments, the law of life and understanding, that he might teach his precepts to Jacob, his judgments and decrees to Israel. He raised up also, like Moses in holiness, his brother Aaron of the tribe of Levi. He made him perpetual in his office, when he bestowed on him the priesthood of his people. He established him in honor, and crowned him with lofty majesty. He clothed him with splendid apparel, and adorned him with the glorious vestments, breeches and tunic and robe with pomegranates around the hem, and a rustle of bells round about, through whose pleasing sound at each step he would be heard within the sanctuary, and the children of his race would be remembered. The sacred vestments of gold, of violet, and of crimson, wrought with embroidery, the breastpiece for decision, the ephod and cincture, with scarlet yarn, the work of the weaver, precious stones with seal engravings in golden settings, the work of the jeweler, to commemorate in incised letters each of the tribes of Israel. On his turban the diadem of gold, its plate wrought with the insignia of holiness. Majestic, glorious, renowned for splendor, a delight to the eyes, beauty supreme. Before him no one was adorned with these, nor may they ever be worn by any except his sons and them alone, generation after generation for all time. His cereal offering is wholly burnt with the established sacrifice twice each day. For Moses ordained him and anointed him with the holy oil, in a lasting covenant with him and with his family, as permanent as the heavens, that he should serve God in his priesthood and bless his people in his name. He chose him from all mankind to offer holocausts and choice offerings, to burn sacrifices of sweet odor for a memorial, and to atone for the people of Israel. He gave to him his laws, and authority to prescribe and to judge, to teach the precepts to his people, and the ritual to the descendants of Israel. Men of other families were inflamed against him, were jealous of him in the desert, the followers of Dathan and Abiram, and the band of Korah in their defiance. But the Lord saw this and became angry. He destroyed them in his burning wrath. He brought down upon them a miracle and consumed them with his flaming fire. Then he increased the glory of Aaron, and bestowed upon him his inheritance. The sacred offerings he allotted to him with the showbread as his portion.
The oblations of the Lord are his food, a gift to him and his descendants. But he holds no land among the people, nor shares with them their heritage, for the Lord himself is his portion, his inheritance in the midst of Israel. Phinehas, too, the son of Eleazar, was the courageous third of his line, when zealous for the God of all he met the crisis of his people, and, at the prompting of his noble heart, atoned for the children of Israel. Therefore on him again God conferred the right, in a covenant of friendship, to provide for the sanctuary, so that he and his descendants should possess the high priesthood forever. For even his covenant with David, the son of Jesse of the tribe of Judah, was an individual heritage through one son alone, but the heritage of Aaron is for all his descendants. And now bless the Lord, who has crowned you with glory. May he grant you wisdom of heart to govern his people in justice, lest their welfare should ever be forgotten, or your authority through all time.